1202 പുതുവർഷ ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ പുതുവർഷം ചിങ്ങമാസത്തിൽ ആരംഭിക്കുന്നു. ഈ വർഷത്തെ പുതുവർഷ ഫലം വ്യാഴം കർക്കടകം രാശിയിലും ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആറ് മാസങ്ങൾക്ക് ശേഷം നല്ല ഫലങ്ങൾ കിട്ടും. 8 നക്ഷത്രങ്ങൾക്ക് കോടീശ്വര യോഗമുണ്ട് ഈ പ്രാവശ്യം. നക്ഷത്രങ്ങളുടെ അവസ്ഥ കൊണ്ട് മാത്രമല്ല, പ്രശസ്തരായ ജ്യോതിഷികളുടെ ദേവപ്രശ്ന വിധി അനുസരിച്ചാണ് ഇത് കാണുന്നത്. ഈ കോടീശ്വര യോഗമുള്ള 8 നക്ഷത്രക്കാർ ശിവന്റെ പ്രാർത്ഥന, യാതൊരു ധനച്ചെലവും ഇല്ലാത്തൊരു പ്രാർത്ഥന ജപിക്കുകയാണെങ്കിൽ അടുത്ത വർഷം നല്ല സമ്പാദ്യമുള്ളവരും സൗഭാഗ്യവാന്മാരും ആയിത്തീരും. നമ്മുടെ നക്ഷത്രം ഈ വർഷം ചിങ്ങമാസം തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ നക്ഷത്രത്തെ പഴിക്കേണ്ടതില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കോടീശ്വര യോഗത്തിൽ പെട്ട നക്ഷത്രങ്ങളും കൂറുകളുമായി ബന്ധപ്പെട്ട ആയ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം സൗഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർക്കും ഒരു വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഗുരുവായൂരപ്പൻ്റെ പ്രാർത്ഥന ചെയ്യൂ. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ നല്ല ഫലങ്ങളുണ്ട്. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം നന്മയാണ് ഉണ്ടാകുന്നത്. ഒട്ടുമുഖ്യ കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിന് വേണ്ടിയുള്ള സാമ്പത്തികം എല്ലാം ഈ വർഷം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് കുടുംബവീതം, ലോൺ തുടങ്ങി എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അത് മാറി പെട്ടെന്ന് കിട്ടും. നല്ല വീടും മനോഹരമായ വീടുകളും ഉണ്ടാക്കാൻ സാധിക്കും. വർഷാവസാനം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. സംസാരം, അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഇടപെടാതിരിക്കുക. കുടുംബത്തിന് സൗഭാഗ്യം നോക്കുക. പ്രാർത്ഥന നിരതരായി ജീവിക്കുക. അത് നല്ലൊരു വർഷമായിട്ട് 1202 മാറും. നിങ്ങളുടെ രാശിനാഥൻ ചൊവ്വയാണ്. അതുകൊണ്ട് നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി കീഴ്ക്കാവിലും ചോറ്റാനിക്കര അമ്മയുടെ നടയിലും പണം സമർപ്പിക്കുക. എല്ലാ ദോഷങ്ങളും തീരും. സമാധാനപരമായി ജീവിതം ചോറ്റാനിക്കര അമ്മ തരും. പിന്നെ അടുത്തതായി ഇടവക്കൂറാണ്. കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരം. ഇടവക്കൂറുകാർക്ക് പറ്റിയ ജോലി ഈ ട്യൂഷൻ സെൻറ്റർ നടത്തുക, അതുപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
ചെയ്യുന്നത് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. അവർക്ക് ആദ്യ 6 മാസം കുറച്ച് കഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് നല്ല ഐശ്വര്യമുണ്ടാകുന്നതാണ്. അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലവണ്ണം ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക. അസുഖങ്ങളൊന്നും ബാധിക്കാതെ നല്ല സമാധാനപരമായി ജീവിക്കാൻ പറ്റും. അടുത്തത് മിഥുനക്കൂറ്. മകേരം, തിരുവാതിര, ഉത്രാടം. മകേരം, തിരുവാതിര, പുണർദം. നിങ്ങൾക്ക് മേലധികാരികളുമായിട്ട് അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അതൊക്കെ ഈ കാലഘട്ടത്തിൽ പരിഹരിക്കാൻ സാധിക്കുക. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളിൽ ആർക്കെങ്കിലും പൈസ കൊടുത്ത് അതൊക്കെ തിരിച്ചു കിട്ടാനായി നല്ല ഒക്കെ മാറും. അതൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്രതീക്ഷിതമായി നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ ബ്രോക്കർമാരിൽ നിന്നും പൈസ കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടും. ഈ സമയത്ത് കിട്ടും. കിട്ടാൻ ഏറ്റവും ഉത്തമമായ കാലമാണ് ഇത്. എല്ലാവരും നമ്മളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറും. സ്ഥിരമായിട്ടൊരു വീട്ടിൽ താമസിക്കാനുള്ള യോഗമുണ്ട് ഈ സമയത്ത്. മകേരം, തിരുവാതിര, പുണർദം. ഗുരുവായൂരപ്പനെ ഭജിക്കുക, നാരായണനാമം ജപിക്കുക, പാദങ്ങളാണെന്ന് വിചാരിച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുക ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാവും. കർക്കിടകക്കൂറിൽ പുണർദം, പൂയം, ആയില്യം. ഈ കർക്കിടകക്കൂറിലുകാർക്ക് വളരെയധികം അനുകൂലമായ കാലമാണ്. നല്ല ജീവിത വിജയം നേടാൻ സാധിക്കും.